ഹലോ, വെൽക്കം ടു ഷെസിൻ വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു മക്രോണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. 5-6 പീസ് ചിക്കൻ കായം തേച്ചത്, ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, കോഴിമുട്ട. ഒരു പാത്രം എടുത്ത് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നല്ല ചൂടായതിനു ശേഷം നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ഉള്ളി വേഗം വാടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് പച്ചമുളകും മല്ലിച്ചപ്പും കൂടെ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. വെന്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിൽ ചിക്കൻ പൊരിച്ചെടുക്കാം. കായം തെച്ച് നമ്മൾ കുറച്ച് സമയം വെച്ചല്ലോ, ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് മുട്ട അതിലേക്ക് ആഡ് ചെയ്തു. നമ്മൾ വേവിച്ച് വെച്ച ഉള്ളിയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷമാണ് അവിടെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് മുട്ട ചിക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളകും പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. നന്നായിട്ട് ചിക്കിയെടുക്കണേ. ചിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ചിക്കന് ചെറുതായിട്ട് കൈകൊണ്ട് പിച്ചിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം കേട്ടോ, ചെറിയ ചെറിയ പീസാക്കിയിട്ട്. അതിനുശേഷം നമ്മൾ ചിക്കി വെച്ച മുട്ടയും ആ ഉള്ളിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യണേ. നമ്മൾ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തക്കാളി സോസും സോയാ സോസും ഇതിൽ ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഉപ്പ് ഉണ്ടോ എന്ന് നോക്കുക, ആവശ്യക്കാർക്ക് വീണ്ടും ഉപ്പിടാം കേട്ടോ. എന്നിട്ട് നമ്മൾ പിച്ചി എടുത്ത് വെച്ച ചിക്കനില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലതും നന്നായിട്ട് മിക്സ് ആവണേ. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർക്കാം കേട്ടോ. നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള മക്രോണി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആവണേ. കായം എല്ലായിടത്തും തട്ടണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ മക്രോണി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേവിച്ച് വെച്ച സമയത്ത് ഊറ്റി വെച്ച സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മക്രോണി തമ്മിൽ ഒട്ടി പിടിക്കില്ല കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിച്ചപ്പ് ഇതിട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി.